Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ചോക്ലേറ്റ് പൈ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് പൈ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. നമ്മൾ മാരി ബിസ്ക്കറ്റ്സ് ആണ് എടുത്താക്കുന്നത്. ഇതൊരു 10 എടുത്തുണ്ട്. പിന്നെ നമ്മുടെ സിറപ്പായിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ്, ഇത് ഹോം മെയ്ഡാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഇതിൻ്റെ നമുക്ക് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നിങ്ങളുടെ മധുരം അനുസരിച്ച് കേട്ടോ 4 ടീസ്പൂൺ പഞ്ചസാര പൊടിയും എടുക്കാം. പഞ്ചസാര നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കാണ്. ഇത് 4 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഇത് രണ്ടും മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതിന് ശേഷം കുറേശ്ശെ പാലിട്ടിട്ട് നമുക്കിത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ കുറച്ച് പാലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 സ്പൂണ് പാല് മതിയാവും നമുക്ക് കേട്ടോ. എന്നിട്ട് ഷുഗർ ഇനി മിക്സ് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ പൗഡർ ഷുഗറില്ല, അപ്പോൾ കുറച്ചും കൂടി ഒരു ലൂസായി വരും. ഇത്രയും തിക്ക് ഇത് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ക്രീം ഫില്ലിങ് ഇവിടെ ഫില്ലിങ്ങിൽ നമുക്ക് 2 സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കോക്കനട്ട് ഫ്ലേവറും കൂടി ഇതിൽ വരും. നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ഫില്ലിങ് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അതായാലും മതി കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡ്രൈ ഫോം ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് ഇട്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ പ്ലെയിൻ ക്രീം മതിയെങ്കിൽ അത് എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തു. ഇനി നമ്മൾ ബിസ്ക്കറ്റ് എടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേറൊരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയും ഫില്ലിങ് വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് ഇത് വരാം. ഇനി നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം ഫില്ലിങ് വിത്ത് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ചോക്ലേറ്റ് ഫില്ലിങ് ഉണ്ടാക്കാം. ഇതിപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതിൻ്റെ ലിങ്കുനായിട്ട് തരാം. ഇത് നമുക്ക് നടുക്കിൽ വെച്ചിട്ട് വേറൊരു ബിസ്ക്കറ്റ് ഇതിന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഫില്ലിങ്ങും ഇവിടെ റെഡിയായി. ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ വലിയവർക്കും ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് നമ്മൾ 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം ഹാർഡായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നമ്മുടെ ചോക്ലേറ്റ് സിറപ്പില്ലേ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എല്ലാ സൈഡൊന്നും കോട്ടാവാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എല്ലാം അങ്ങനെ നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് കൂളായതിന് ശേഷമാണ് നമ്മൾ ഇനി ഇത് എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ചോക്ലേറ്റ് പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇപ്പോൾ വീട്ടിലുണ്ടാക്കാൻ നോക്കുക. നല്ല എളുപ്പത്തിന് റെഡിയാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്ന പോലെ ബൈ.